ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നലത്തെ ടോപ്പിക്കിൻ്റെ അതായത് ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫെക്ഷസ് ഡിസോർഡറിൻ്റെ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് ടോൺസിലക്ടമി എന്ന് പറയുന്നത്. സോ ടോൺസിലക്ടമി ഈസ് ദ റിമൂവൽ ഓഫ് ടോൺസിൽസ്. സോ അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ടോൺസിലക്ടമി? Definition of tonsillectomy is a surgical excision of palatine tonsils is known as tonsillectomy. Then indications of tonsillectomy mainly divided into three, that is absolute indication, relative indication, and it is done as a part of another operation. So we can see what are the absolute indications. So absolute indications including recurrent infection of the throat. This is the most common indication. Recurrent infections are may be 7 or more episodes in 1 year, or 5 episodes per year for 2 years, or 3 episodes per year for 3 years, or 2 weeks or more of lost school or working in 1 year. ഇത്രയും കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ടോൺസിലൈറ്റിസ് ചെയ്യുന്നത് ഇൻ അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ്. അതായത് റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരുന്നത് 7 ഓർ മോർ എപ്പിസോഡ് ഇൻ 1 ഇയർ, ഒരു വർഷത്തിൽ 7 എപ്പിസോഡ്സിൽ കൂടുതൽ വന്നാൽ, ദെൻ 5 എപ്പിസോഡ് പെർ ഇയർ ഫോർ 2 ഇയേഴ്സ്. ഇനിയിപ്പോൾ ഒരു വർഷത്തിൽ 5 എപ്പിസോഡ് വന്ന് അങ്ങനെ 2 വർഷം വന്നാൽ അതും വേറൊരു അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ ഫോർ ടോൺസിലക്ടമി ആണ്. ദെൻ 3 എപ്പിസോഡ് പെർ ഇയർ ഫോർ 3 years. 3 വർഷം തുടർച്ചയായിട്ട് ഓരോ വർഷവും 3 പ്രാവശ്യമെങ്കിലും ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ ദാറ്റ് മേ ബി ദ അനദർ ഇൻഡിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ഇൻഡിക്കേഷൻ വാസ് പെരിടോൺസിലാർ ആബ്സെസ്. This is also an absolute indication. In children, tonsillectomy is done 4 to 6 weeks after abscess has been treated. In adult, second attack of peritonsillar abscess forms the absolute indications. So that is peritonsillar abscess. Then next one was tonsillitis causing febrile seizures. അതായത് സീഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപസ്മാരമാണ്. അപ്പോൾ അത് ഫെബ്രൈൽ എപ്പിസോഡ്സിന് കാരണമാക്കുന്നുണ്ടെങ്കിൽ, അതായത് പനി കൂടിയിട്ടുള്ള ഈ സീഷറിന് കാരണമാക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, സോ ദാറ്റ്സ് ആൻ അനദർ ആബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ്. പനി കൂടാനുള്ള സാഹചര്യമാണ്, അതുകൊണ്ട് നമ്മളത് അനുവദിക്കാൻ പാടില്ല. ദെൻ ഹൈപ്പർട്രോഫി ഓഫ് ടോൺസിൽസ് കോസിങ്, ദാറ്റ് മേ ബി എയർവേ ഒബ്സ്ട്രക്ഷൻ, ഡിഫിക്കൽട്ടി ഇൻ deglutition, then interference with speech, or any sleep apnea. In case of sleep apnea also we can do tonsillectomy. These all are the absolute indications. And one more absolute indication is there, that is suspicions of malignancy. Unilaterally enlarged tonsils, lymphoma in children, or epidermoid CA in adult. സസ്പീഷൻ മാലിഗ്നൻസി സസ്പെക്റ്റ് ചെയ്യുന്ന കേസിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ വി ക്യാൻ സീ വാട്ട് ആർ ദ റിലേറ്റീവ് ഇൻഡിക്കേഷൻസ് ഓഫ് tonsillectomy. Relative indications including diphtheria carriers who do not respond to antibiotics. Then streptococcal carriers who may not be the source of infection to others. സ്ട്രെപ്റ്റോകോക്കസ് എന്തെങ്കിലും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മേ ബി അത് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏർലി ടോൺസിലക്ടമി ചെയ്യാവുന്നതാണ്. ദെൻ ക്രോണിക് ടോൺസിലൈറ്റിസ് വിത്ത് ബാഡ് ടേസ്റ്റ് ഓർ ഹാലിറ്റോസിസ്. ഹാലിറ്റോസിസ് മീൻസ് ബാഡ് ബ്രെത്ത്, ബാഡ് ഓഡർ, വായനാറ്റം അല്ലേ. അപ്പോൾ അത് ക്രോണിക് ടോൺസിലൈറ്റിസ് വിത്ത് ബാഡ് ടേസ്റ്റ് ഓർ ബാഡ് ഓഡർ, അതും വേറൊരു റിലേറ്റീവ് ഇൻഡിക്കേഷൻസ് ആണ്. ദെൻ റിക്കറൻറ്റ് ടോൺസിലൈറ്റിസ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ ദാറ്റ് മേ ബി ഇൻ പേഷ്യൻ്റ് വിത്ത് വാൽവുലാർ ഹാർട്ട് ഡിസോർഡേഴ്സ്. സോ ദീസ് ഓൾ ആർ ദ റിലേറ്റീവ് ഇൻഡിക്കേഷൻസ്. Diphtheria carriers who do not respond to antibiotics. Streptococcal carriers who may be a source of infection to others. Then chronic tonsillitis with bad taste or halitosis.
which may be unresponsive to some kind of medicines. Then recurrent streptococcal infections. അത് പേഷ്യൻ്റ് വാൾവുലാർ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അത്തരക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേറ്റീവ് ഇൻഡിക്കേഷൻ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ആസ് എ പാർട്ട് ഓഫ് അതർ ഓപ്പറേഷൻ. ഇറ്റ് മേ ബി ഡൺ ആസ് എ പാർട്ട് ഓഫ് എനി അനദർ ഓപ്പറേഷൻ. ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസൻറ്റ് സൈറ്റിലൊക്കെ നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് മേ ബി അത് നീഡായിട്ട് വരാറുണ്ട്. സോ ദിസ് ഈസ് ദ തേർഡ് ഇൻഡിക്കേഷൻസ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. പാലറ്റോഫാരിഞ്ചിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത്, അതായത് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരിലാണ് നമ്മൾ ഈ പാലറ്റോഫാരിഞ്ചിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഇപ്പോൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ എന്താ? ദർ വിൽ ബി എ സ്റ്റോപ്പേജ് ഓഫ് റെസ്പിറേഷൻ വൈൽ ഡ്യൂറിങ് ദ സ്ലീപ്പിൻ്റെ സമയത്ത് അപ്നിയ കോസ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് മേ ബി ഒരു വലിയ വിപത്തിലേക്ക് അത് നയിക്കുന്നതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ഓൾ ദ തിങ്സ് വി ഹാവ് ടു കറക്റ്റ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം ഫസ്റ്റ്, സോ ദാറ്റ് വി ക്യാൻ ഡു പാലറ്റോഫാരിഞ്ചിയോപ്ലാസ്റ്റി. അതായത് പാലറ്റിൻ്റെ അവിടെ ചെറിയൊരു റിപ്പയർ നടത്തുന്ന സമയത്ത് മേ ബി ടോൺസിൽസ് റിമൂവ് ആയി പോകാറുണ്ട്. സോ അത് വേറൊരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് റിമൂവ് ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഗ്ലോസോഫാരിഞ്ചൽ ന്യൂറക്ടമി. Tonsils is removed first and then 9th cranial nerve is served in the bed of tonsil. The glossopharyngeal nerve, അത് നെർവ് റിമൂവ് ചെയ്യുന്നത് നമുക്ക് ടോൺസിൽ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ 9th cranial nerve റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. Then third indication is removal of styloid process. Styloid process റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ടോൺസിൽസും കൂടി റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ഓൾ ആർ ദ ആസ് ഇൻഡിക്കേഷൻസ് ആസ് എ പാർട്ട് ഓഫ് ഡ്യൂ ടു ആസ് എ പാർട്ട് ഓഫ് അനദർ ഓപ്പറേഷൻ. അപ്പോൾ 3 ഇൻഡിക്കേഷൻസ് ആണുള്ളത്. അബ്സല്യൂട്ട് ഇൻഡിക്കേഷനിൽ ഇത്രയും വരുന്നുണ്ട്. ദെൻ റിലേറ്റീവ് ഇൻഡിക്കേഷൻസ് ആൻഡ് തേർഡ് വൺ ഈസ് ആസ് എ പാർട്ട് ഓഫ് അതർ ഓപ്പറേഷൻസ്. നെക്സ്റ്റ് വി ക്യാൻ മൂവ്. ഇതാണ് അതിൻ്റെ പിക്ചർ. ഇൻഫെക്റ്റഡ് ടോൺസിൽസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേയും ടോൺസിൽസ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള പിക്ചേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ദ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് ടോൺസിലെക്ടമി. ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല? ഹീമോഗ്ലോബിൻ ലെവൽ ലെസ് ദാൻ 10%. 10 ഗ്രാമിൽ കുറവ് HB ലെവലാണെങ്കിൽ വി ഷുഡ് നോട്ട് ഡു. ഫർദർ ലോസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ HB ലെവൽ പിന്നെയും കുറഞ്ഞു പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് കോൺട്രാ ഇൻഡിക്കേഷൻ ആക്കി കൊടുക്കുന്നത്. ദെൻ പ്രസൻസ് ഓഫ് അക്യൂട്ട് ഇൻഫെക്ഷൻ ഇൻ യൂറിനറി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ഈവൻ അക്യൂട്ട് ടോൺസിലൈറ്റിസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഈവൻ അത് അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആണെങ്കിൽ പോലും വി ഷുഡ് നോട്ട് ഡു ഡ്യൂറിങ് ദിസ് പീരീഡ്. ബ്ലീഡിങ് ഈസ് മോർ ഇൻ ദ പ്രസൻസ് ഓഫ് അക്യൂട്ട് ഇൻഫെക്ഷൻ, ബിക്കോസ് ബ്ലീഡിങ് കൂടുതലായിരിക്കും അക്യൂട്ട് ഇൻഫെക്ഷൻ്റെ കേസിൽ. പിന്നെ ഫർദർ അഡ്ജസൻറ്റ് സൈറ്റിലേക്കും ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യതയുണ്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് ചിൽഡ്രൻ അണ്ടർ 3 years of age, because they are poor surgical risk. സർജിക്കൽ റിസ്ക് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമ്മുടെ ടോൺസിലെക്ടമി പ്രോത്സാഹിപ്പിക്കാത്തത്. ദെൻ ഓവേർട്ട് ഓർ സബ്മ്യൂക്കസ് ക്ലഫ്റ്റ് പാലറ്റ്. ഓവേർട്ട് അല്ലെങ്കിൽ സബ്മ്യൂക്കസ് ക്ലഫ്റ്റ് പാലറ്റോ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും നമ്മൾ ചെയ്യില്ല. ദെൻ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ലൈക്ക് ലുക്കീമിയ, പെർപ്യൂറ, പ്ലാസ്റ്റിക് അനീമിയ, ഹീമോഫീലിയ തുടങ്ങിയുള്ള കേസസിലൊന്നും നമ്മൾ ടോൺസിലെക്ടമി ചെയ്യില്ല. ദെൻ അറ്റ് ദ ടൈം ഓഫ് എപ്പിഡമിക് ഓഫ് പോളിയോ ഉണ്ടെങ്കിൽ, മീൻസ് എപ്പിഡമിക് ആയിട്ട് പോളിയോ ഉണ്ടെങ്കിൽ മേ ബി നമ്മളത് ചെയ്യില്ല. ദ നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ ഇസ് അൺകൺട്രോൾഡ് സിസ്റ്റമിക് ഡിസോർഡർ. സിസ്റ്റമിക് ഡിസോർഡർ ഏതൊക്കെയാണ്? ഡയബറ്റിസ്, കാർഡിയാക് ഡിസോർഡേഴ്സ്, ഹൈപ്പർ ടെൻഷൻ ഓർ ആസ്മ. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലൊന്നും തന്നെ, സിസ്റ്റമിക് ഡിസോർഡേഴ്സിലൊന്നും തന്നെ നമ്മൾ ചെയ്യില്ല. ദെൻ ടോൺസിലെക്ടമി ഈസ് അവോയ്ഡഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് മെൻസസ് ആൻഡ് ഷുഡ് ബി അവോയ്ഡഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ്
മെൻസ്ട്രുവൽ സൈക്കിളിൽ നമ്മൾ ചെയ്യില്ല. ദാറ്റ് ഓൾസോ കോൺട്രാ ഇൻഡിക്കേറ്റഡ്. അപ്പോൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? HB ലെവൽ ലെസ് ദാൻ 10 gram%, ദെൻ പ്രസൻസ് ഓഫ് an acute infection in upper respiratory tract because bleeding is more in the presence of acute infection, and in case of children under 3 years they are poor surgical risk. Then overt or submucous cleft palate, bleeding disorders, then in case of epidemic of polio, then uncontrolled systemic disorders, then during the period of menses. These all are the contraindications of tonsillectomy. Next we can move on procedure. How to do this procedure? So this procedure is usually done under general anesthesia with endotracheal intubation. Endotracheal intubation ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ആൻഡ് അനസ്തേഷ്യ ഈസ് മോസ്റ്റ്ലി ഡൺ ബൈ ജനറൽ അനസ്തേഷ്യ. ഇൻ അഡൽട്ട് ഇറ്റ് മേ ബി ഡൺ അണ്ടർ ലോക്കൽ അനസ്തേഷ്യ. അഡൽട്ട് ആണെങ്കിൽ മേ ബി ലോക്കൽ അനസ്തേഷ്യയിലും ചിലപ്പോൾ ചെയ്യാറുണ്ട്, പക്ഷേ മെജോറിറ്റി നമ്മൾ ജനറൽ അനസ്തേഷ്യയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് പൊസിഷൻ, റോസ് പൊസിഷൻ, ദാറ്റ് ഈസ് റോസ് പൊസിഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് പേഷ്യൻ്റ് ലൈസ് സുപ്പൈൻ വിത്ത് ഹെഡ് എക്സ്റ്റെൻഡഡ് ബൈ പ്ലേസിംഗ് എ പില്ലോ അണ്ടർ ദ ഷോൾഡേഴ്സ്. എ റബ്ബർ റിംഗ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ ഹെഡ് ടു സ്റ്റെബിലൈസ് ഇറ്റ്. ഹൈപ്പർ എക്സ്റ്റൻഷൻ ഷുഡ് ഓൾവേസ് ബി അവോയ്ഡഡ്. ഇപ്പോൾ റോസ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ റോസ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേഷ്യൻ്റ് ലൈസ് ഇൻ സുപ്പൈൻ വിത്ത് ഹെഡ് എക്സ്റ്റെൻഡഡ് ബൈ പ്ലേസിംഗ് എ പില്ലോ അണ്ടർ ദ ഷോൾഡേഴ്സ്. എ റബ്ബർ റിംഗ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ ഹെഡ് ടു സ്റ്റെബിലൈസ് ഇറ്റ്. ഹൈപ്പർ എക്സ്റ്റൻഷൻ ഒഴിവാക്കണം. അപ്പോൾ ഇതാണ് റോസ് പൊസിഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും PSC എക്സാമിനെങ്കിലും ചോദിച്ചേക്കാം. വിച്ച് പൊസിഷൻ ഈസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് ടോൺസിലെക്ടമി. ഇപ്പോൾ നമ്മൾ സാധാരണ പഠിച്ച പൊസിഷൻസ് പോലെയല്ല, റോസ് പൊസിഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. പിന്നെ ഓപ്പറേറ്റീവ് ടെക്നിക്സ് നിങ്ങൾക്ക് ആവശ്യമില്ല. ദ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ. ഇതാണ് അതിൻ്റെ സർജിക്കൽ റിമൂവ് ചെയ്തിരിക്കുന്ന ടോൺസിൽസ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഇതാണ് റോസ് പൊസിഷൻ. ഇങ്ങനെയാണ് റോസ് പൊസിഷൻ ഉണ്ടാവുന്നത്. ദെൻ കോംപ്ലിക്കേഷൻസ്, ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസും ഉണ്ട്, ഡിലൈഡ് കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷനിൽ വരുന്നത് പ്രൈമറി ഹെമറേജ്, റിയാക്ഷണറി ഹെമറേജ്, ഇഞ്ചുറി ടു ടോൺസിലർ പില്ലേഴ്സ്, ഊല ഓർ അതർ അഡ്ജസൻറ്റ് സൈറ്റ്, ദെൻ ഇഞ്ചുറി ടു ടീത്ത്, ദെൻ ആസ്പിറേഷൻ ഓഫ് ബ്ലഡ്, ഫേഷ്യൽ എഡിമ. ഇത്രയൊക്കെയാണ് നമുക്ക് കോംപ്ലിക്കേഷനായിട്ട് വരുന്നത്. മെയിൻലി ഹെമറേജ് ആണ്, ബ്ലീഡിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ വരുന്നത്. ദെൻ ഡിലൈഡ് കോംപ്ലിക്കേഷൻസ് ആർ സെക്കൻഡറി ഹെമറേജ്, ഇൻഫെക്ഷൻ, ലങ് കോംപ്ലിക്കേഷൻസ്, ടോൺസിലാർ പ്രോബ്ലംസ്, ദെൻ ഹൈപ്പർട്രോഫി ഓഫ് ലിംഗ്വൈൽ ടോൺസിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിലൈഡ് കോംപ്ലിക്കേഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈമറി ഹെമറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കർ അറ്റ് ദ ടൈം ഓഫ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ്റെ ടൈമിൽ ഉണ്ടാകുന്നതാണ് പ്രൈമറി ഹെമറേജ്. ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ പ്രഷർ. നമ്മൾ പ്രഷർ ഡ്രസ്സിങ് ഒക്കെ കൊടുത്താൽ അത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഇലക്ട്രോ കയാഗലേഷനൊക്കെ കൊടുത്താൽ നമുക്ക് അത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദ റിയാക്ഷണറി ഹെമറേജ് മീൻസ് ഒക്കേഴ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് 24 hours ആൻഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സിമ്പിൾ മെഷേഴ്സ് സച്ച് ആസ് റിമൂവൽ ഓഫ് ദ ക്ലോട്ട്, ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ഓർ വാസോ കൺസ്ട്രക്ടർ. സോ റിയാക്ഷണറി ഹെമറേജ് എന്ന് പറയുന്നത് ഒക്കേഴ്സ് വിത്തിൻ ദ പീരീഡ് ഓഫ് 24 hours. 24 hours അത് ബ്ലീഡ് ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയാക്ഷണറി ഹെമറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ റിമൂവൽ ഓഫ് ക്ലോട്ട് റിമൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടോ വാസോ കൺസ്ട്രിക്ടർ മെഡിക്കേഷൻസ് എന്തെങ്കിലും കൊടുത്തിട്ടോ നമുക്കത് ചെയ്യാവുന്നതാണ്. ദെൻ ഫേഷ്യൽ എഡിമ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം പേഷ്യൻ്റ് ഗെറ്റ് എഡിമ ഓഫ് ദ ഫേസ്, പർട്ടിക്കുലർലി ഐലിഡ്സിൻ്റെ അവിടെയാണ് മെയിൻലി ഫേഷ്യൽ എഡിമ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ സെക്കൻഡറി ഹെമറേജ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ദാറ്റ് ഈസ് ഡിലേഡ് കോംപ്ലിക്കേഷൻ ആണ്. യൂഷ്വലി സീൻ ബിറ്റ്വീൻ 5th and 10th പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ. 5ാമത്തോ അല്ലെങ്കിൽ 10ാമത്തെയോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേൻ്റെ ഇടയിലാണ് നമ്മൾ സെക്കൻഡറി ഹെമറേജ് കാണുന്നത്. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സെപ്സിസ് ആൻഡ് പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് ദ മെംബ്രെയിൻ. അതാണ് സെക്കൻഡറി ഹെമറേജിൻ്റെ കാരണം. അപ്പം മേ ബി നിങ്ങൾക്ക് ഗിവ് റീസണിൽ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് ഇത്. വാട്ട് ഈസ് ദ കോസ് ഓഫ് സെക്കൻഡറി ഹെമറേജ് ഇൻ
tonsillectomy. It is because of the result of sepsis and premature rupture of the membrane, premature separation of the membrane. Usually it is heralded by blood-stained sputum but may be profuse. Maybe അത് തുപ്പുന്ന സമയത്ത് ബ്ലഡ് കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ട് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് വി ക്യാൻ മാനേജ് വിത്ത് സിമ്പിൾ മെഷേഴ്സ് ലൈക്ക് റിമൂവൽ ഓഫ് കോട്ട് ഓർ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ഡൈല്യൂട്ട് അഡ്രിനാലിൻ. അങ്ങനെ നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ. ദെൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പാരാഫാരിഞ്ചൽ ആപ്സിസ് അല്ലെങ്കിൽ ഓട്ടൈറ്റിസ് മീഡിയ ഒക്കെ ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട്. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇൻക്ലൂഡിങ് ഇമ്മീഡിയറ്റ് ജനറൽ കെയർ. So that in immediate general care, keep the patient in coma position until fully recovered from anesthesia. Now first immediate general care il ulpadunnathana. Then keep a watch on bleeding time and from the nose and mouth. Bleeding CTBT ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം. ദെൻ കീപ് ചെക്ക് ഓൺ വൈറ്റൽ സൈൻസ്. റെഗുലറായിട്ട് വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ദെൻ ഡയറ്ററി മാനേജ്മെൻറ്റ്. വെൻ പേഷ്യൻ്റ് ഈസ് ഫുള്ളി റിക്കവേർഡ് ഹി ഈസ് പെർമിറ്റഡ് ടു ടേക്ക് ലിക്വിഡ്സ്, എക്സാമ്പിൾ കോൾഡ് മിൽക്ക് ഓർ ഐസ്ക്രീം. അപ്പോൾ സക്ക് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കണം. സക്കിങ് ദ ഐസ് ക്യൂബ്സ്, അതിന് പകരം ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ആൻഡ് ഡയറ്റ് ഈസ് ഗ്രാജുവലി ബിൽഡ് ഫ്രം സോഫ്റ്റ് ടു സോളിഡ് ഫുഡ്. ഗ്രാജുവലി നമുക്ക് അതിനെ സോഫ്റ്റ് ഫുഡിൽ നിന്ന് സോളിഡ് ഫുഡിലേക്ക് മാറ്റാവുന്നതാണ്. ദേ മേ ടേക്ക് കസ്റ്റാർഡ്, ജെല്ലി, സോഫ്റ്റ് ബോയിൽഡ് എഗ് ഓർ സ്ലൈസസ് ഓഫ് ബ്ലഡ് ക്യാൻ ബി ഗിവൺ. അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ദെൻ പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ഷുഡ് ബി എൻകറേജ്ഡ്. ദിസ് ഓൾ അബൌട്ട് diet. Then next one is oral hygiene. Patient is given saline gargle 3 to 4 times a day. ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യം നമ്മൾ സലൈൻ ഗാർഗിൾ കൊടുക്കുക. ആൻഡ് മൗത്ത് വാഷ് വിത്ത് പ്ലെയിൻ വാട്ടർ ആഫ്റ്റർ എവറി ഫീഡ് ഹെൽപ്പ് ടു കീപ് ദ മൗത്ത് ക്ലീൻ. അപ്പോൾ മൗത്ത് വാഷ് യൂസ് ചെയ്യാൻ പറയാം. ദെൻ അനാൾജസിക്സ്. പെയിനിന് അനാൾജസിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പാരസെറ്റാമോളാണ് യൂഷ്വലി കൊടുക്കുന്ന അനാൾജസിക്സ് എന്ന് പറയുന്നത്. ദ അനാൾജസിക്സ് ക്യാൻ ബി ഗിവൺ ഹാഫ് ആൻ അവർ ബിഫോർ മീൽസ്. ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. എ സ്യൂട്ടബിൾ ആൻറ്റിബയോട്ടിക് ക്യാൻ ബി ഗിവൺ ഓറലി ബൈ ഇൻജെക്റ്റിംഗ് ഫോർ എ വീക്ക്. ഇതാണ് 4 കോമൺ ചേഞ്ചസ് ടു എക്സ്പെക്റ്റ് ആഫ്റ്റർ ടോൺസിലക്ടമി. സോളൻ ടങ് ആവാം, സോളൻ ആവാം, ബാഡ് ബ്രീത്തിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ടോൺസിലക്ടമി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. ടോൺസിലക്ടമി ശേഷം വി ക്യാൻ ഈറ്റ് ദിസ് ഓൾ ആർ ദ തിങ്സ് ആൻഡ് അവോയ്ഡ് carrot, spicy things, etc. Thank you. This is all about tonsillectomy. If any ask for any doubts. Thank you.